നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൺഫേംഡ് ആയിരിക്കുന്നു ബ്രസീൽ ഏഷ്യൻ പര്യടനം നടത്തുന്നു. ഇവിടെ കിരിൻ കപ്പ് കളിക്കും. വിശദമായ വാർത്തയിലേക്ക് വരികയാണ്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രസീലിൻ്റെ അടുത്ത 2 കളികൾ വേൾഡ് കപ്പ് ക്വാളിഫയർ ആണ്. സെപ്റ്റംബർ 5 ചിലിക്കെതിരെയും സെപ്റ്റംബർ 10 ബൊളീവിയക്കെതിരെയും. അതോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിയും. പിന്നെ ഒക്ടോബറും നവംബറും മാർച്ച് 3 ഇന്റർനാഷണൽ ബ്രേക്കുകളിലായിട്ട് 6 മത്സരങ്ങൾ വേൾഡ് കപ്പിന് മുമ്പ് കളിക്കാൻ പറ്റും. പിന്നെ ജൂണിൽ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് 1-2 സന്നാഹ മത്സരങ്ങൾ കളിച്ചേക്കാം എന്നേ ഉള്ളൂ. സോ 3 ഇന്റർനാഷണൽ ബ്രേക്കുകൾ, 6 കളികൾ. അതിൽ ഒക്ടോബറിൽ ഏഷ്യയിലേക്ക് ടൂർ നടത്തുന്നു ബ്രസീൽ എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പര്യടനം. അതിൽ ജപ്പാനിൽ കിരിൻ കപ്പും കളിക്കും എന്നാണ് റിപ്പോർട്ട്. നമ്മൾ വിശദമായിട്ട് ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കൃത്യമായിട്ട് അവർ പറയുന്നു, ഇപ്പം ബ്രസീലിയൻ ദേശീയ ടീം ഏഷ്യൻ ടൂർ നടത്താൻ വേണ്ടി ഒഫീഷ്യലി തീരുമാനിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപനം ഉടൻ വരും. CBF ഇതുമായി ബന്ധപ്പെട്ട് സൗത്ത് കൊറിയ, ജപ്പാൻ ഫുട്ബോൾ അസോസിയേഷനുകളുമായിട്ട് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ഫോമൽ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. കൃത്യമായിട്ട് ഡേറ്റ് അടക്കം ഗ്ലോബോ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൗത്ത് കൊറിയയിൽ ഒക്ടോബർ 10 മത്സരം ഷെഡ്യൂൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാനിൽ ടോക്കിയോയിൽ നാഷണൽ സ്റ്റേഡിയത്തിൽ 14 ഒക്ടോബർ 14 അവർ മത്സരം കളിക്കും. ഇത് കിരിൻ കപ്പിന്റെ ഭാഗമായിരിക്കും. ജപ്പാൻ സംഘടിപ്പിക്കാറുള്ള ഒരു ടൂർണമെൻ്റാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി മത്സരമൊക്കെയാണ് ഈ കിരിൻ കപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പും ബ്രസീൽ കിരിൻ ചലഞ്ച് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇറ്റിനറി 2022 വേൾഡ് കപ്പിന് മുമ്പ്, ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് ബ്രസീൽ എങ്ങനെയാണോ നടത്തിയിരുന്നത് അതുപോലെ തന്നെയാണ് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വേൾഡ് കപ്പ് നടന്നത് നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു. ബ്രസീൽ ജൂൺ മാസത്തിലാണ് ഏഷ്യൻ ടൂർ നടത്തിയത്. സൗത്ത് കൊറിയയിൽ ഒരു മത്സരം കളിച്ചു. സൗത്ത് കൊറിയക്കെതിരെ 5-1 വിജയിച്ചു. അതിനുശേഷം ജപ്പാനെതിരെ ടോക്കിയോയിൽ വെച്ച് നാഷണൽ സ്റ്റേഡിയത്തിൽ കളിച്ചു. അന്ന് നെയ്മറുടെ ഒരു പെനാൽറ്റിക്ക് വിജയിച്ച് കയറി. അതന്ന് കിരിൻ ചാലഞ്ച് കപ്പായിരുന്നു. ഇത്തവണയും അതുപോലെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കിരിൻ കപ്പ് കളിക്കാൻ പോകുന്നു എന്നർത്ഥം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇതിന് മുമ്പും ബ്രസീൽ അവിടെ പോയി കളിച്ചിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ജപ്പാനിൽ പോയി കളിക്കുക എന്നുള്ളത് മുമ്പും ബ്രസീൽ നടത്തിയിട്ടുള്ളതാണ് എന്ന കാര്യം കൂടി ഈ ഒരു റിപ്പോർട്ടിൽ ഗ്ലോബോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രസീൽ പിന്നീട് ഫ്രണ്ട്ലി മത്സരങ്ങൾ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടത്തുന്നത് നവംബറിലാണ്. നവംബറിൽ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ ബ്രസീൽ കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതിന് ശേഷം മാർച്ചിൽ മത്സരങ്ങളുണ്ട്. അത് യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കുമെന്നും ഇപ്പോൾ ഗ്ലോബോ പറയുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. 2026 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ബ്രസീൽ അങ്ങനെ കൂടുതൽ മത്സരങ്ങൾ കളിക്കുക, അത് വ്യത്യസ്ത കോണ്ടിനെന്റുകളിൽ. ഇപ്പം വരുന്നത് ഒക്ടോബറിലെ മത്സരങ്ങൾ ഏഷ്യയിലേക്ക്, നവംബറിലെ മത്സരങ്ങൾ ആഫ്രിക്കൻ ടീമുകളുമായിട്ട് കളിക്കാൻ പോകുന്നു. പിന്നീട് മാർച്ചിൽ ടോപ്പ് യൂറോപ്യൻ ക്ലബ്ബുകൾക്കെതിരെ, 2026 മാർച്ചിൽ ടോപ്പ് യൂറോപ്യൻ ക്ലബ്ബുകൾക്കെതിരെ കളിച്ചുകൊണ്ട് വേൾഡ് കപ്പിന് പൂർണ്ണമായി സജ്ജമാവാനാണ് ഇപ്പോൾ ബ്രസീൽ പദ്ധതിയിട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.